ഈ നല്ല ദിനത്തിന് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. പ്രാരംഭത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഇന്നു മുതൽ ചില ദിവസത്തേക്ക് ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത്. അന്യഭാഷ എന്ന വിഷയം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. ഞാൻ അന്യഭാഷയെ വിശ്വസിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ദൈവത്തോട് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുകയും ബുദ്ധിയിലും ഞാൻ ആരാധിക്കാറുണ്ട്, ആത്മാവിലും ആരാധിക്കാറുണ്ട്. ബുദ്ധിയിലും പ്രാർത്ഥിക്കാറുണ്ട്, ആത്മാവിലും പ്രാർത്ഥിക്കാറുണ്ട്. അത് വചന അടിസ്ഥാനത്തിൽ അത് സത്യമാണ് എന്ന് ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അന്യഭാഷ എന്ന വിഷയം ഇന്നു മുതൽ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റ് സന്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നു മുതൽ അന്യഭാഷയെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രാരംഭത്തിൽ മുഖപുരിയായി ഞാൻ പറയാം. മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ഉണ്ട്. അവർ അസാധാരണമായ കാര്യങ്ങളെ കാണുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടത്രേ അവൻ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ആരാധിക്കുന്നത്, അവൻ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ ഒരുവൻ ദൈവത്തോട് സംസാരിക്കുന്നതിൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് അത് മനസ്സിലാകുകയില്ല. ചിലപ്പോൾ അവൻ പറയുന്ന ഭാഷ കേൾക്കുമ്പോൾ ട്രോളുകളുടെ ചാകരയാണല്ലോ ഇപ്പോഴുള്ളത്. ആയതിനാൽ ഈ കാലങ്ങളിൽ അന്യഭാഷയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അതിനെ മറ്റു തലങ്ങളിൽ ട്രോളുന്നവർ ഉണ്ട്. അതും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്നത്. ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഇടുന്ന സന്ദേശങ്ങളുടെ മുഴുഭാഗവും നിങ്ങൾ കേൾക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അന്യഭാഷയെ പറ്റിയുള്ള ചില ക്വസ്റ്റ്യൻസറുകൾ ഞാൻ ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷണത്തിന് എതിരായി ഒത്തിരി വാദഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവത്തോടാണ്, മനുഷ്യരോടല്ല. ആരും അത് തിരിച്ചറിയുന്നില്ല എന്ന ദൈവവചനത്തിൽ നാം കാണുന്നു. മനസ്സിലാക്കണം, അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ആ അന്യഭാഷയെ ആരും തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ പറയുന്ന വാക്ക് ചിലപ്പോൾ നിനക്ക് ട്രോളാനായിരിക്കും, ചിലപ്പോൾ നിനക്കത് മനസ്സിലാകുന്നില്ലായിരിക്കും, നമുക്കത് മനസ്സിലാകുന്നില്ലായിരിക്കും, അടുത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാകണമെന്നില്ല. അവൻ സംസാരിക്കുന്നത് നിങ്ങളോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അതിന് ആധാരം വിശുദ്ധ ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നെടുക്കാം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കുക. ഈ ദൈവവചനം ദൈവനിശ്വാസ്യമെങ്കിൽ, നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം ഒന്ന് വായിക്കുക. അടുത്തായി, ഈ അന്യഭാഷയെ അംഗീകരിക്കാത്തവർ എടുക്കുന്ന 2-3 പദങ്ങളുണ്ട്. കർത്താവോ അവിടുത്തെ ശിഷ്യന്മാരോ ആരോടെങ്കിലും അന്യഭാഷയെ സംസാരിച്ചതായി യാതൊരു രേഖകളില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പെന്തക്കോസ്തു നാളിൽ വിശുദ്ധ പൗലോസിൻ്റെ പ്രസംഗത്തിൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു. പത്രോസ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് അന്ന് സംസാരിച്ചത്. ഇനി അടുത്തൊരു ഭാഗമെന്ന് പറയുന്നത്, വ്യാഖ്യാനത്താൽ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന അന്യഭാഷാ ഭാഷണം. വളരെ ശ്രദ്ധിക്കണം. ഈ അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, അന്യഭാഷയെ തീർച്ചയായും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അത് ഇന്നലകളിലുമുണ്ട്, ഇന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല സന്ദർഭങ്ങളിൽ, പലയിടങ്ങളിൽ ആരാധന മധ്യത്തിൽ അന്യഭാഷ പറയുന്നവരെ, അന്യഭാഷയുടെ തലങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ഈ എളിയവന് ദൈവം പലപ്പോഴും കൃപ തന്നിട്ടുണ്ട്. എപ്പോഴുമില്ല, ചില സന്ദർഭങ്ങളിൽ ദൈവം എനിക്ക് ആ കൃപയെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറയട്ടെ,
ഈ അന്യഭാഷ ഭാഷണം എന്ന പ്രതിഭാസം അപ്പോസ്തലനായ പൗലോസിന്റെ മാത്രം ഉപദേശത്തെ അടിസ്ഥാനമാക്കി ക്രിസ്തീയ സഭയുടെ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം അവകാശപ്പെടുന്നു എന്ന് ഒരു തർക്കവാദമുണ്ട്. ഒരിക്കലുമല്ല. യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഞാനിപ്പോൾ പോകുന്നു, എന്നാൽ ഞാൻ പോയാലും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുവാൻ ഞാനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ആക്കും. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. യേശു ജനിച്ചപ്പോൾ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ താൻ ആക്കുന്നു, വിളിച്ചെടുക്കുന്നു. അടുത്തത് അപ്പോസ്തലന്മാർക്ക് നിയോഗം കൊടുക്കുന്നു. യേശു കർത്താവ് നിയോഗം കൊടുക്കുകയാണ്. ആമേൻ. അടുത്തൊരു വചനമോ ശ്രദ്ധിക്കും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കാം. അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.